അടുത്ത നമ്മുടെ വർക്ക് വിളപ്പിൽശാല മുളയറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു 35 സെൻറ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. വന്ന് നോക്കിയപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം എന്നാലോചിച്ച് വേണം ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം 35 സെൻറ് ഉണ്ടെങ്കിൽ ഒരു 70 സെൻറ്റിൻ്റെ കാടുണ്ട് ഇതിനകത്ത്. പയർവള്ളിയൊക്കെയാണ് കൂടുതൽ കേട്ടോ. ഈ പയർവള്ളി എന്ന് പറഞ്ഞാൽ സമയമെടുക്കും, മെഷീൻ അടിച്ചെടുക്കാൻ ഒരു സമയം കൂടുതലുണ്ട്. ഇതിന് പിന്നെ JCB ഒക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരുന്ന സൈറ്റാണ്. ഇപ്പം മുള്ളുവേലിയൊക്കെ ഇട്ട് വണ്ടി കയറ്റാനുള്ള സാഹചര്യവും ഇല്ല. പിന്നെ റേറ്റും കൂടെ ഒക്കെ JCBയുടെ വെച്ച് നോക്കുമ്പം അവർ പറയുന്നത് നിങ്ങളൊന്നും ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഈ പ്ലോട്ട് ക്ലിയർ ചെയ്യുമ്പം ഇതുപോലുള്ള ഈ വട്ട പോലത്തെ മരങ്ങളുണ്ട്. ഇവിടെ പറയുന്ന വട്ടയെന്നാണ് നമ്മൾ പറയുന്നത്. വട്ടമരങ്ങളും അതുപോലെ റബ്ബർ തൈകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം വെട്ടി ക്ലിയർ ചെയ്ത് വേണം പണി ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വിളപ്പിൽശാല ഒരു സൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പേ. അപ്പോൾ അത് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാടിൻ്റെ അവസ്ഥ ഞാൻ ആദ്യമേ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെയിൽ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായിരുന്നുകൊണ്ട് ആ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. കുറേ വർക്കുകൾ പെൻഡിങ് ആണ്. കുറച്ച് പേര് വിളിച്ചിട്ട് അവർക്ക് ഓൾറെഡി നാളെ വെയിലടിക്കും, നാളെ വിളിച്ചിട്ട് പറയാം നാളെ വരുമോ. അപ്പോൾ നമ്മൾ ആദ്യമേ സീനിയോറിറ്റിയായിട്ട് വിളിച്ചവർക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ അത്യാവശ്യം വസ്തു അളവൊക്കെ ഉള്ളവർക്ക് നമ്മൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ മഴ ആയതുകൊണ്ടുള്ള ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ചില സൈറ്റിൽ ചെല്ലുമ്പോൾ കയറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ്. മെഷീനൊക്കെ ആയാലും നനയും. അപ്പോൾ ആ ഒരു അവസ്ഥ കൊണ്ടാണ് ചിലർ വിളിക്കുമ്പം നമ്മൾ കുറച്ച് സാവകാശം ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഒരേക്കാൾ കൂടുതലുള്ള റബ്ബർ തോട്ടം ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. റബ്ബർ തോട്ടം നമുക്ക് 2 രീതിക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് റൂട്ടടിയാണ്. റൂട്ടടിച്ച് കഴിഞ്ഞാൽ റബ്ബർ തോട്ടത്തിൽ നടക്കുന്ന ആ ഭാഗം നമ്മൾ ടാപ്പിംഗ് ചെയ്യാനും കറയെടുത്തുകൊണ്ട് നടക്കുന്ന ആ വഴി മാത്രം ക്ലിയർ ചെയ്യുന്ന ഏകദേശം പകുതി എമൗണ്ടേ ആവുള്ളൂ. അതുപോലെ തന്നെ ഫുള്ള് ചെയ്യണമെങ്കിൽ അത്രയത്തിൻ്റെ പൈസ ആവും. അത്രയും മണിക്കൂറൂടെ നമുക്ക് കൂടുതലും ആവും. ഇതിൻ്റെ ഇരട്ടി മണിക്കൂർ കൂടുതലാവും. അപ്പോൾ അങ്ങനെയൊക്കെ 2 രീതിക്ക് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് കുറവാണെങ്കിൽ റൂട്ടിങ് മാത്രം ചെയ്താൽ മതിയാവും. ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ മൊത്തത്തിൽ ചെയ്യേണ്ടി വന്നു. കാരണം അവിടെ ഒരുപാട് ഇടയ്ക്ക് കാടായിരുന്നു. അപ്പോൾ ഒരു ഭയാനകമായ രീതിയിലുള്ള കാടായിരുന്നു. കാരണം ഇപ്പോഴത്തെ മഴയല്ലേ, അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒരുപാട് കിളുത്ത് നിൽക്കുകയായിരുന്നു. അതെല്ലാം അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ആദ്യ റൂട്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എങ്കിൽ ആ കാടിൻ്റെ അവസ്ഥ കണ്ടിട്ട് പുള്ളിക്കാരൻ മൊത്തം ചെയ്യാൻ പറഞ്ഞു. നമ്മൾ വലിയ സൈറ്റൊക്കെ വരുമ്പോൾ 2 പേര് ഒരുമിച്ചാണ് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കണം. കാരണം ഇച്ചിരി ദൂരെയൊക്കെ ആണെങ്കിലും നമുക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ 2 പേരായിട്ടാണ് വരുന്നത്. നമ്മളേകദേശം 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ അടിച്ച് തീർന്നത്. ഏകദേശം ആയി. 2 പേരുണ്ടായിരുന്നു. രാവിലെ വന്നു. റബ്ബർ തോട്ടമാണ്. പിന്നെ കുറേ ചൊറിയും ചെയ്യാൻ വേണ്ടത്. അതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു. ചൊറിയും ചെയ്യുമ്പോൾ കടിയ ദേഹം മൊത്തം ചൊറി. എന്തായാലും നമ്മളത് തീർത്തിട്ടുണ്ടെന്ന് പറയാൻ ഒരു 2-3 സെൻറ്റ് കൂടി ഇനി കാണുള്ളൂ. പെട്ടെന്ന് ഇടയ്ക്ക് മഴ വന്നേല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തീർത്തേ.